നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ അല്ല ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. വളരെ ദുഃഖത്തോടെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത് ഞാൻ പങ്കുവെക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര എളുപ്പം ഇവിടുത്തെ നിയമത്തെ പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ഒക്കുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ റോഡ് നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിയമലംഘനങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ ഈ രാജ്യങ്ങളിൽ ലഭിക്കുന്നതാണ്. പലരും പറയും, ഇവിടെ നമ്മളിപ്പോൾ 2 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നത്, എനിക്ക് ലൈസൻസ് ഇല്ല, എനിക്ക് ഇൻഷുറൻസ് ഇല്ല, 2 വർഷമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞ് വലിയ ഗമയിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UK ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടവർ എന്ത് ശിക്ഷ കിട്ടും, എനിക്ക് കഴിഞ്ഞ ദിവസം സ്പീഡിങ്ങിന് കിട്ടി, എനിക്ക് എന്ത് ശിക്ഷ കിട്ടും, എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ റെഡ് സിഗ്നൽ കട്ട് ചെയ്തു, എനിക്ക് എന്തായിരിക്കും ശിക്ഷ കിട്ടുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരാണ് ചോദിക്കുന്നത്. അന്നേരം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, UK പോലെ രാജ്യത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് 1 വർഷം വണ്ടി ഓടിക്കാം. 1 വർഷം വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ആദ്യമായിട്ട് വന്ന അന്ന് തൊട്ടുള്ള 1 വർഷമാണ് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് മാത്രം മതി, അത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കേണ്ട കാര്യം ഒന്നുമില്ല. നമ്മൾ UK വന്ന് ആദ്യം UK എത്തി 365 ദിവസം നമ്മളുടെ ആ ലൈസൻസിൻ്റെ കാലാവധി കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ ആ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത് ഇൻവാലിഡാണ്. അതുകൂടാതെ നമ്മൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും, നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം ഇൻഷുറൻസ് പുതുക്കി, പക്ഷേ നമുക്ക് UK ലൈസൻസ് എടുക്കാൻ സാധിച്ചില്ല, നമ്മൾ പിന്നെയും ഇന്ത്യൻ ലൈസൻസ് തന്നെ ഉപയോഗിച്ചാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പോലും ആ ഇൻഷുറൻസും വാലിഡല്ല. അതായത് നമ്മൾ ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസ് പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും. അതുപോലെ തന്നെ നമുക്ക് UK വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാം. 6 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് UK ലൈസൻസ് അപേക്ഷിച്ച് 6 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് UK പ്രാക്ടിക്കൽ ടെസ്റ്റ് എഴുതി UK ലൈസൻസ് എടുക്കാവുന്നതാണ്. അങ്ങനെ UK ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ഇൻഷുറൻസ് എല്ലാം വാലിഡാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നുള്ളൊരു വീട്ടമ്മ, ഞാൻ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിൽ പെട്ടുപോയതാണ്. അന്നേരം കേരളത്തിൽ നിന്നൊരു വീട്ടമ്മ വണ്ടി ഓടിച്ചപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ഒരു സൈക്കിളിൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയെയും, ആ സൈക്കിളിൽ ഒരു വൃദ്ധയായ സ്ത്രീയാണ് യാത്ര ചെയ്തിരുന്നത്, ആ വൃദ്ധയായ സ്ത്രീയെയും കൊണ്ട് കുറച്ച് ദൂരം ആ കാറുമായിട്ട് മുമ്പോട്ട് വലിച്ചിഴിച്ചുകൊണ്ട് പോയി. ആ സ്ത്രീ മരണപ്പെട്ടു. അപ്പോൾ ഈ സംഭവം നടന്ന ശേഷവും നമ്മൾ വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. അന്നേരം ഇത് പിടിക്കപ്പെടുകയും ഇതൊരു മലയാളിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വിശദമായ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായി അവർക്ക് ലൈസൻസും ഇൻഷുറൻസും ഇല്ല എന്നുള്ളത്. മിക്കവാറും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ UK വന്ന് 1 വർഷം കഴിഞ്ഞ് കാണും, അന്നേരം ലൈസൻസ് എക്സ്പയർ ആയി കാണും, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു കാണും, പക്ഷേ ഇൻഷുറൻസിന് വാലിഡിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. അന്നേരം ഇന്ന് അതിൻ്റെ കോർട്ടിലെ കേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. 4 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടുക എന്നുള്ളത്, ഇവിടെ PR ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നീട് അവർക്ക് വിസ പുതുക്കാനോ PRന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം റിജക്ഷൻ വരാനുള്ള ചാൻസാണ് കൂടുതലും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് UK പെർമനൻറ്റ് റെസിഡൻസി ആകുന്നത് വരെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിൽ ഇതേപോലെ ലൈസൻസ് ഇല്ലാതെ പിടിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളുടെ മുന്നോട്ടുള്ള വിസ ആപ്ലിക്കേഷനെ എല്ലാം ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു കേസിൽ അവർക്ക് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ബാൻ കിട്ടിയതായിരുന്നു. വിസ അപ്ലൈ ചെയ്ത് ഏകദേശം 8 മാസം കഴിഞ്ഞാണ് അവർക്ക് ആ വിസ ലഭിക്കുന്നത്. വിസയ്ക്ക് അപ്ലൈ ചെയ്തു 8 മാസം കഴിഞ്ഞ് വിസ കിട്ടും. അന്നേരം ഈ 8 മാസവും അദ്ദേഹത്തിന്, അത് ഡിപ്പെൻഡ് ആയിട്ടുള്ള കക്ഷിയായിരുന്നു, ആ 8 മാസവും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പോകാൻ സാധിക്കില്ലായിരുന്നു. കാരണം ആദ്യത്തെ വിസ എക്സ്പയർ ആയി 2ാമത്തെ വിസയ്ക്ക് വേണ്ടി കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഡിലേ ഉണ്ടായത്. അന്നേരം പുതിയ എംപ്ലോയർ വിസ ചോദിച്ചപ്പോൾ വിസ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് അവർക്ക് അവിടെ റൈറ്റ് ടു വർക്ക് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ സാധിക്കാതെ 8 മാസത്തോളം വീട്ടിയിരിക്കുന്നൊരവസ്ഥ. അന്നേരം UK നമുക്ക് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് നമ്മുടെ വിസയെ ധാരാളം ബാധിക്കാറുണ്ട്. പല കേസുകളിലും നമ്മുടെ PR ആപ്ലിക്കേഷനിൽ ചെല്ലുമ്പോൾ അത് റിജക്ഷൻ ആകാനോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ UK നിൽക്കുമ്പോൾ UK നിയമങ്ങൾ പാലിച്ച് തന്നെ വണ്ടി ഓടിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ മലയാളിയായ ഒരു പയ്യൻ ലൈസൻസ് കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ വണ്ടി ഓടിച്ച് ഈവനിങ്ങിൽ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് സിഗ്നൽ കട്ട് ചെയ്ത് ഒരു 70 വയസ്സ് പ്രായമായ ഒരാളെ ഇടിച്ചു, അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ആ കക്ഷിയും ആ പയ്യനും ഇപ്പോൾ ജയിലിലാണ്.
അങ്ങനെ യുകെയുടെ ജയിലിൽ കഴിയുന്ന ഒരുപാട് മലയാളികളാണ് ഇപ്പോൾ ഇങ്ങനെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നതാണ്, ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകണം. നമ്മളൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, പക്ഷേ എത്ര ശ്രദ്ധിച്ചാലും ആക്സിഡൻറ്റുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മളുടെ പേപ്പർ വർക്കുകൾ കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ജയിലിൽ പോകേണ്ടി വരില്ല. നമ്മൾ നിയമമെല്ലാം അനുസരിച്ച് വണ്ടി ഓടിച്ചു മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി മരണപ്പെട്ടാലും നമ്മൾ ജയിലിൽ പോകേണ്ടി വരില്ല. നമ്മൾ മറ്റു ശിക്ഷകളൊക്കെ നേരിടേണ്ടി വരും. പക്ഷേ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വരത്തില്ല നമ്മുടെ ഇൻഷുറൻസും ലൈസൻസും എല്ലാം കറക്റ്റ് ആണെങ്കിൽ. ഈ 2 കേസുകളിലും സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വണ്ടി നിർത്താതെ അങ്ങ് ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. പലപ്പോഴും പേടിച്ചായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. അന്നേരം യുകെയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് ആക്സിഡൻറ്റ് ഉണ്ടായാലും നിങ്ങൾ വണ്ടി നിർത്തുക. വണ്ടി നിർത്തി പോലീസ് വന്ന് നിങ്ങളുടെ വേണ്ട കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും അവരുടെ ഏറ്റവും ആദ്യം അവർ ചെയ്യുന്നത്. അന്നേരം അത് നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരികയില്ല, ലൈസൻസും ഇൻഷുറൻസും ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ മദ്യപിച്ചുകൊണ്ട് യുകെയിൽ വണ്ടി ഓടിച്ചാൽ അത് നല്ലൊരു ശിക്ഷ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഡ്രൈവിംഗ് ബാൻ ഏറ്റവും കൂടുതൽ വരുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അന്നേരം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളുടെ നാട്ടിലെ പോലെ അല്ല. നമ്മളുടെ നാട്ടിലിപ്പോൾ കേസൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ഒതുക്കി മാറുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ യുകെ പോലുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൈസ കൊടുത്ത് ഒതുക്കാനുള്ളതൊന്നും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് മറ്റു മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ടാണ് പലരും ഒരു വർഷം കഴിഞ്ഞും ആ പഴയ ലൈസൻസ് യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കഴിയുന്നതും നിങ്ങൾ അങ്ങനെ വണ്ടി ഓടിക്കാതിരിക്കുക. അന്നേരം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വണ്ടി യൂസ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. കറക്റ്റായിട്ടുള്ള ഇൻഷുറൻസ് എല്ലാം എടുക്കുക. നിങ്ങളിപ്പോൾ ടാക്സി പോലെ ഓടുക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കുക. നിങ്ങളുടെ വിസ നിയമത്തിൽ അത് അനുവദിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ എയർപോർട്ട് ഓടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങളെല്ലാം കെയർഫുൾ ആയിരിക്കുക. നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിൽ നിങ്ങൾ എയർപോർട്ട് ഓടുന്നത് ടാക്സി ആയിട്ടാണ് അല്ലെങ്കിൽ പൈസ മേടിച്ചാണ് ഓടുന്നതെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ പുതുക്കി കിട്ടുന്നത് ബുദ്ധിമുട്ടായി മാറും. കാരണം നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളൊരു ജോലി അല്ല അത്. കാരണം സ്കിൽഡ് ജോബ് ലിസ്റ്റിലുള്ള ജോലിയല്ല, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലും ഉള്ള ജോലി അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ ക്യാൻസലാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ പേപ്പറിൻ്റെ അഡ്രസ്സ് മാറ്റിയിരിക്കണം. ഇതിന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അഡ്രസ്സ് മാറ്റിയിട്ടില്ല, നിങ്ങൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്പീഡ് പോയിന്റോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലെറ്ററുകളെല്ലാം പോകുന്നത് നമ്മുടെ പഴയ അഡ്രസ്സിലേക്കായിരിക്കും. അങ്ങനെ പഴയ അഡ്രസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഫ്യൂച്ചറിൽ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിനെയും നിങ്ങളുടെ കാറിൻ്റെ പേപ്പറുകളും അഡ്രസ്സും എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യുകെയിൽ. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, യുകെയിൽ ഇപ്പോൾ പല പരസ്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരാം, നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനും പോകണ്ട, തിയറി ടെസ്റ്റിനും പോകണ്ട, നിങ്ങൾക്ക് വേണ്ടി എല്ലാം അവർ തന്നെ ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പരസ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കുക. ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പൈസ കൊടുത്ത ഏജൻറ്റിനെ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളിലും എത്തും. അവർ എത്ര പേർക്ക് ലൈസൻസ് എടുത്ത് കൊണ്ടുണ്ടെങ്കിൽ ആ ലൈസൻസ് എല്ലാം ക്യാൻസലാക്കും. പിന്നെ പുതിയൊരു ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാം അത് നിങ്ങളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറുക്ക് വഴികളിലൂടെ ലൈസൻസ് എടുക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. യുകെ പോലുള്ള രാജ്യത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും